നമസ്തേ ബച്ചോ. സെക്കൻഡ് സെമിൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശബ്ദവിചാർ. शब्द എന്താണെന്ന് നോക്കാം. शब्द विचार व्याकरण का वह विभाग है जिसमें शब्दों की उत्पत्ति, प्रकार, रूपांतर आदि का अध्ययन किया जाता है. ശബ്ദവിചാർ എന്താണെന്നാണ് പറയുന്നത്. അത് വ്യാകരണൻ്റെ ഒരു വിഭാഗമാണ്. വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയാണ്. അവിടെ വാക്കുകളുടെ ഉൽപ്പത്തി, പ്രകാർ, ടൈപ്സ്, രൂപാന്തർ, ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് ശബ്ദവിചാറിലൂടെ. അപ്പോൾ നമ്മൾ ശബ്ദവിചാർ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ശബ്ദ് എന്താണെന്ന് നോക്കാം. ശബ്ദ് എന്ന് വെച്ചാൽ വേർഡ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ ശബ്ദവിചാർ എന്താണെന്ന് പറഞ്ഞു. യഹ് വ്യാകरण का वो विभाग है जिसमें शब्दों की उत्पत्ति, प्रकार, रूपांतर आदि का अध्ययन किया जाता है. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇനി ശബ്ദ്, വേർഡ് എന്ന് പറഞ്ഞാൽ വർണ്ണോം യാ ധ്വനിയോം കെ സാർത്ഥക് മേൽ കോ ശബ്ദ് കഹത്തെ ഹെ. വർണ്ണോം യ, വർണ്ണ പറഞ്ഞ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ധ്വനികളുടെ അർത്ഥവത്തായ ആ ഒരു സംയോജനത്തിനെയാണ് എന്ത് പറയുന്നത്, ശബ്ദ്, വേർഡ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ജൈസെ ഹിമാലയ്, കമൽ, ഗർ. ഇതൊക്കെ വാക്കുകൾ കൂടിച്ചേർന്നിട്ട്, അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് എന്തായി മാറുന്നു, വാക്കായി മാറുന്നു അല്ലേ. അതാണ് ശബ്ദ്. ശബ്ദം എന്ന് പറഞ്ഞാൽ അതിന് വേർഡാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വാക്കുണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇൻ ശബ്ദോം കി രചന ദോ യാ ദോ സെ അധിക് വർണ്ണോം കെ മേൽ സെ ഹുയി ഹെ. ഈ മേലെ പറഞ്ഞ ഹിമാലയ്, കമൽ എന്നുള്ള ഗർ എന്നൊക്കെയുള്ള വാക്കുകളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ രചന നടന്നിരിക്കുന്നത് ഒരുപാട് അക്ഷരങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അല്ലേ. വർണ്ണക്ക് ഈ മേൽ സാർത്ഥക് ഹെ ജിൻസെ കിസി അർത്ഥക്ക ബോധ ഹോത്ത ഹെ. അപ്പോൾ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അർത്ഥം വരുന്നുണ്ടെങ്കിൽ അത് സാർത്ഥക ശബ്ദമാണ്, അർത്ഥമുള്ള വാക്കുകളാണ്. ഗർമേം ദോ വർണ്ണം കാ മേൽ ഹെ. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഗറിന് എടുക്കാം. ഗർ എന്ന് പറയുമ്പോൾ 2 അക്ഷരങ്ങൾ കൂടിച്ചേർന്നാണ് അല്ലേ, ഗായും രായും. അങ്ങനെ ഗറായി മാറി. ജിസ്ക അർത്ഥ ഹെ മക്കാൻ, അതിൻ്റെ അർത്ഥമാണ് വീട്. ജിസ്സെ ലോക് രഹത്തെ ഹെ, അതിലെന്ത് ചെയ്യണോ, ആളുകൾ താമസിക്കുന്നു. അതാണ് ഗർ. ഹർ ഹാലത്ത് മേ ശബ്ദ സാർത്ഥക് ഹോനാ ചാഹിയെ. എല്ലാ അവസ്ഥയിലും വാക്കുകൾ അർത്ഥമുള്ളതായി മാറണം. വ്യാകരണമേ നിരർത്ഥക ശബ്ദവും കേലിയ സ്ഥാൻ നഹി ഹെ. നമ്മുടെ ഗ്രാമർ പാർട്ടിൽ നിരർത്ഥകമായിട്ടുള്ളത്, അതായത് അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് സ്ഥാനം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ശബ്ദ കെ ഭേദ്, നമ്മൾ വേർഡ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ചു. ഇനി ടൈപ്സ് ആണ് പഠിക്കുന്നത്. വേർഡുകൾ എത്ര രീതിയിലുണ്ട്, എന്തൊക്കെ തരത്തിലാണെന്ന്. അപ്പോൾ ഈ വേർഡുകൾ എന്തൊക്കെ തരത്തിലാണ് എന്നുള്ളത് തരംതിരിക്കാൻ കുറേ അടിസ്ഥാനങ്ങളുണ്ട്. അതാണ് താഴെ പറയുന്നത്. അർത്ഥ, പ്രയോഗ്, ഉത്പത്തി ഔർ വ്യുത്പത്തി की दृष्टि से शब्द के कई भेद हैं. അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ, പ്രയോഗത്തിൻ്റെ ദൃഷ്ടിയിൽ, ഉത്പത്തിയുടെ ദൃഷ്ടിയിൽ, വ്യുത്പത്തിയുടെ ദൃഷ്ടിയിൽ, ഇങ്ങനെ 4 തരത്തിലുള്ള അടിസ്ഥാനത്തിലും ശബ്ദിൻ്റെ ഭേദുകളാണ് താഴെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വരുന്നത് അർത്ഥ കി ദൃഷ്ടി സെ ശബ്ദ ഭേദ്. ശ്രദ്ധിക്കുക, അർത്ഥ കി ദൃഷ്ടി സെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ഇത് വരുന്നുണ്ട്, വ്യഞ്ജക, ലക്ഷണികമൊക്കെ. അത് ഓക്കെ, പക്ഷേ ഇതൊന്നും കൂടി എളുപ്പമുള്ള നോട്ടാണ് കേട്ടോ. അതിൽ സാർത്ഥക ശബ്ദ്. സാർത്ഥക ശബ്ദ് പറഞ്ഞാൽ അർത്ഥമുള്ള വാക്കുകൾ. ജിസ് വർണ്ണ സമൂഹ का स्पष्ट रूप से कोई अर्थ निकले उसे सार्थक शब्द कहते हैं. ഈ വർണ്ണ സമൂഹത്തിൽ കറക്റ്റായിട്ട് നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ട്, അതിനെയാണ് സാർത്ഥക ശബ്ദ് എന്ന് പറയുന്നത്. ജൈസെ കമൽ, സോന, ഇത് ഉദാഹരണമാണ്, അതിന് അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് സാർത്ഥക ശബ്ദ്. ഇനി നിരർത്ഥക ശബ്ദ്. ജിസ് വർണ്ണ സമൂഹ का कोई अर्थ न निकले उसे निरर्थक शब्द कहते हैं. അതായത് ഈ വർണ്ണ സമൂഹത്തിൽ ഒരു അർത്ഥവും വരുന്നില്ല ഈ ഒരു വാക്കുകൾക്ക്, അതിന് നിരർത്ഥക ശബ്ദം എന്ന് പറയുന്നത്. വെറുതെ 2 അക്ഷരങ്ങൾ കൂടി ചേർന്നത് മാത്രമാണത്. വാന, റാട്ടി, അതൊക്കെ അവിടെ പ്രത്യേകിച്ച് അർത്ഥങ്ങൾ വരുന്നില്ല. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനത്തിൽ അർത്ഥ കി ദൃഷ്ടി സെ ശബ്ദഭേദിൽ വരുന്നത്. ഈ ഒരു 2 കാറ്റഗറിയാണ്, സാർത്ഥകവും നിരർത്ഥകവും. ഈ രണ്ടാമത്തെ കാറ്റഗറി നോക്കൂ. പ്രയോഗ കി ദൃഷ്ടി സെ ശബ്ദഭേദ്. ഉപയോഗത്തിൻ്റെ ദൃഷ്ടിയിൽ ശബ്ദങ്ങളുടെ ടൈപ്സ്. ശബ്ദോം കി സാർത്ഥക് മേൽ സെ വാക്യോം കി രചന ഹോത്തി ഹെ. അതായത് ഓരോ വേർഡ്സും ഇതിൻ്റെ അർത്ഥവത്തായ ഒരു കൂടിച്ചേരലാണ്
വാക്യങ്ങൾ ഉണ്ടാവാൻ കാരണം സെന്റൻസുകൾ. വാക്യം കെ മേൽ സെ ഭാഷ ബനത്തി ഹെ, വാക്യങ്ങൾ കൂടി ചേർന്ന് ഭാഷയായി മാറുന്നു. वाक्यों में शब्दों का प्रयोग किस रूप में किया जाता है, इस आधार पर हम शब्दों को दो वर्गों में बांटते हैं. അതായത് സെന്റൻസുകളിൽ വാക്കുകൾ എങ്ങനെ കൂടിച്ചേരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് രീതിയിലായി തിരിക്കാം. വികാരി ശബ്ദവും അവികാരി ശബ്ദമാണത്. അതിൽ വികാരി ശബ്ദം എന്ന് പറയുമ്പോൾ जिन शब्दों के रूप में लिंग वचन कारक के अनुसार परिवर्तन का विकार आता है, ലിംഗ വചൻ കാരക മുതലായവ ചേരുമ്പോൾ അതിൽ മാറ്റം വരും ആ സെൻറ്റൻസിൽ. അങ്ങനെയുള്ള വാക്കുകളാണ് വികാരി ശബ്ദമായിട്ട് വരുന്നത്. വികാരി ശബ്ദ 4 പ്രകാർ കെ ഹോത്തെ ഹെ. വികാരി ശബ്ദം 4 ടൈപ്സ് ഉണ്ട്. സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ. സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗണാണ്, സർവനാം പ്രോനൗണാണ്, വിശേഷൺ അഡ്ജക്റ്റീവാണ്, ക്രിയ വെർബാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഡിവിഷനായിട്ട് വരുന്നത് അവികാരി ശബ്ദ. इसमें लिंग वचन कारक आदि के कारण कोई परिवर्तन नहीं होता, अविकारी शब्द कहलाता है. അതായത് ഇതിൽ ലിംഗവചൻ കാരക് അതുകൊണ്ടൊന്നും അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് അതിനെ അവികാരി ശബ്ദം എന്ന് പറയുന്നു. ജൈസെ പരന്തു, തഥാ, യതി, ധീരെ, ധീരെ, അതൊക്കെയാണ്. അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് വരുമ്പോൾ. അവികാരി ശബ്ദ ബി 4 പ്രകാർ കെ ഹോത്തെ ഹെ. അവികാരി ശബ്ദം 4 തരത്തിലാണ്. 1 ക്രിയാവിശേഷൻ, 2 സംബന്ധബോധക്, 3 സമുച്ചയബോധക്, 4 വിസ്മയാദിബോധക്. ഇനി മൂന്നാമത് വരുന്നത് ഉത്പത്തി की दृष्टि से शब्दभेद. ഉത്പത്തി അതിൻ്റെ ഒരു ഉത്ഭവം. संस्कृत भाषा के वे शब्द जो हिंदी में अपने वास्तविक रूप में प्रयुक्त होते हैं उन्हें तत्सम शब्द कहते हैं. അതായത് ഉൽപ്പത്തിക്ക് ദൃഷ്ടിസി ശബ്ദിൻ്റെ ഭേദം. ഫസ്റ്റ് വൺ വരുന്നത് തത്സം ശബ്ദമാണ്, തത്സം ശബ്ദം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ സംസ്കൃത ഭാഷയിൽ നിന്ന് നേരിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് തത്സം ശബ്ദത്തിൽ വരിക. തത്സം സംസ്കൃതത്തിൽ നിന്ന് നേരിട്ട് പ്രയോഗിക്കാം. അതിന് എക്സാമ്പിളാണ് വിദ്യ, ക്ഷേത്ര, നദി. ഇതൊക്കെ സംസ്കൃത വാക്കുകളാണ്. അത് ഹിന്ദിയിലൊരു മാറ്റവും കൂടാതെ നേരിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് തത്സം ശബ്ദം എന്ന് പറയുക. ഈ രണ്ടാമത് നോക്കൂ, തദ്ഭവ്. तद्भव शब्द संस्कृत भाषा के ऐसे शब्द जो परिवर्तित होकर हिंदी में मिल गए हैं, जैसे अग्नि से आग, मयूर से मोर. അതായത് സംസ്കൃത ഭാഷയിലെ വാക്കുകൾ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് അത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ വാക്കുകളാണ് തദ്ഭവ് ശബ്ദം. ചെറിയ മാറ്റം വരുത്തി ഹിന്ദിയിൽ പ്രയോഗിക്കുന്നതിന്. അതിൽ സംസ്കൃതത്തിൽ അഗ്നി എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ എന്ത് പറയും? അതിനെ ആഗ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് തദ്ഭവ്. പിന്നെ മയൂർ എന്ന് മയിലിനെ പറയുമ്പോൾ അത് ഹിന്ദിയിൽ മോർ എന്നാക്കി മാറ്റി. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കണോ? ഇനി മൂന്നാമത് വരുന്നത് ദേശജ് ശബ്ദം. ദേശജ് അത് വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. ദേശജ് പറയുമ്പോൾ നമ്മുടെ ദേശത്തിലുള്ള സംസാരിക്കുന്ന നമ്മുടെ നാട്ടുഭാഷ. ദേശ ശബ്ദ അപ്നെ ഹി ദേശ് മേ ബോൽചാൽ സെ ബനെ ഹെ, ഇസ്ലിയെ ഉന്हें ദേശജ് കഹത്തെ ഹെ. ദേശ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രാദേശികമായിട്ടൊക്കെ ഉള്ള ഭാഷ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ ഭാഷ അതൊക്കെയാണ് അവിടെ പറയുന്നത്. അതിന് നമ്മൾ ദേശജ് എന്ന് പറയുന്നു. ജൈസെ ചിടിയ, കപ്പട, അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറയുന്നത്, അത് വിദേശിയൊന്നും അല്ല, നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വേർഡ്സ്, വാക്കുകൾ. പിന്നെ നാലാമത് വരുന്നത് വിദേശി ഭാഷ. അതും മനസ്സിലാവും. വിദേശി ഭാഷ പറയുന്നത് വിദേശി. जो शब्द अंग्रेज़ी, फ्रेंच, पुर्तगाली, अरबी, फारसी, तुर्की आदि विदेशी भाषाओं से आए हैं उन्हें विदेशी शब्द कहते हैं. अंग्रेज़ी, फ्रेंच അങ്ങനത്തെയൊക്കെ നാട് ഭാഷകളിൽ നിന്ന് വരുന്നതാണ്. കിതാബ്, ഫീസ്, പാതിരി, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി ഒരുപാട് എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. അറബിയിൽ നിന്ന് വന്ന വാക്കുകൾ നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഉറുദുവിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഒക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി മോർ എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതാണ് വിദേശി ശബ്ദം. ഓക്കെ, ഉത്പത്തിക്ക് ദൃഷ്ടിസയാണ് ഈ 4 ഡിവിഷൻസും പറഞ്ഞത്, അത് ഓർത്ത് വെക്കുക. ഇനി ലാസ്റ്റ് വരുന്നത് നാലാമത്തെ വ്യുത്പത്തി അഥവാ ബനാവട്ട് കെ ആധാർ പർ. വ്യുത്പത്തി കെ ആധാർ പർ ശബ്ദോं के 3 भेद है. വ്യുത്പത്തിയുടെ അടിസ്ഥാനത്തിൽ വാക്കുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. രൂഢ്, യൗകിക്, യോഗ്യരൂഢ്. അല്ലെങ്കിൽ रूढ़ शब्द नोका, जो शब्द सार्थक रूप से गठित नहीं किए जा सकते और जिनका एक निश्चित अर्थ रूढ़ हो गया है उन्हें रूढ़ शब्द कहते हैं.
അതായത് ഈ ഒരു രൂഢ് ശബ്ദം എന്ന് പറയുമ്പം ഇത് നമുക്ക് അർത്ഥം സാർത്ഥക രൂപസേ ഖണ്ഡിത നഹീ, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് രണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക അർത്ഥങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടും അക്ഷരങ്ങളായിട്ടേ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് എക്സാമ്പിളിൽ നിന്ന് പറയുമ്പോൾ മനസ്സിലാവും. ആഗ്, കാൻ, നദി. എന്താണ് കാൻ എന്നൊക്കെ പറയുമ്പോൾ നോക്കൂ, കാ ന. അപ്പോൾ അത് വേറെ വേറെ നിൽക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു അർത്ഥവും കിട്ടുന്നില്ല. അതാണ് രൂഢ് ശബ്ദം. അത് ഒന്നിച്ച് കായും നായും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് അവിടെ കാൻ, ചെവി എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി യൗഗിക് ശബ്ദം നോക്കാം. दो शब्दों के योग अथवा मेल से बनने वाले शब्द यौगिक शब्द कहलाते हैं. രണ്ട് വാക്കുകളുടെ സംയോഗത്തിൽ അടുത്തത് यौगिक शब्द നോക്കൂ. दो शब्दों के योग अथवा मेल से बनने वाले शब्द यौगिक शब्द कहलाते हैं. രണ്ട് വാക്കുകളുടെ കൂടിച്ചേരൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു വാക്കാണ് രണ്ട് അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന വാക്കുകളാണ് ഇത് യൗഗിക് ശബ്ദങ്ങൾ. നോക്കൂ, ദൂത് വാല, ദൂത് പ്ലസ് വാല. അപ്പോൾ ഇവിടെ ദൂത് വാലേനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും? ദൂത് പ്ലസ് ദൂത് വാല എന്നാവും. അപ്പോൾ എന്തായി? അവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ അർത്ഥമുണ്ട്. ദൂതിന് പാൽ എന്ന അർത്ഥമുണ്ട്. വാല പറയുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന ആൾ. അപ്പോൾ എന്താണ്, നമുക്ക് മാറ്റി നിർത്തിയാലും അതിന് അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് യൗഗിക് ശബ്ദം എന്ന് പറയുന്നത്. പാഠശാല, പാട് പ്ലസ് ശാല. ഓക്കെ, ഇനി योग-रूढ़ शब्द ऐसे शब्द जो यौगिक होने पर भी अपना सामान्य अर्थ छोड़कर विशेष अर्थ रखते हैं योग-रूढ़ कहलाते हैं. അത് योग-रूढ़ ശബ്ദം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള അർത്ഥം മാറിയത് എന്ത് ചെയ്യണു, വേറൊരു സ്പെഷ്യലായിട്ടുള്ള വേറെ മീനിങ് അതിന് വരുന്നുണ്ട്. അത് നോക്കാം, എക്സാമ്പിൾ നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണം പറയാം. മുരളീധർ, മുരളീധർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട്. പ്ലസ് അതെന്ത് ചെയ്യണു, മുരളി ധാരൺ കർണേവാല ആരാണ്? കൃഷ്ണൻ. അങ്ങനത്തെ ഒരു അർത്ഥവും വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. അതാണ് മുരളീധർ എന്ന് പറയുമ്പോൾ. ലംബോദർ, ലംബ ഹേ ഉദർ ജിസ്ക, ഗണേഷ്. അപ്പോൾ ലംബോദർ എന്ന് പറയുമ്പോൾ അത് ഗണേഷിനെയാണ് അവിടെ, അങ്ങനെയും പറയാം. ഓക്കെ, ഇതാണ്, ഇത്രയാണ് ശബ്ദിൻ്റെ പ്രകാരവും കാര്യങ്ങളൊക്കെ ശബ്ദവിചാർ. ഇനി കൂടുതൽ മറ്റ് ക്ലാസ്സുകളിൽ അറിയാം. ഓക്കെ.